ആധാർ കാർഡിനായി നെട്ടോട്ടമോടുകയാണ് ആലപ്പുഴ എടത്വയിലെ ഒരു കുടുംബം. ആധാർ ലഭിക്കാതെ വന്നതോടെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ തുടർ പഠനവും പ്രതിസന്ധിയിലായി. ചമ്പക്കുളം ചെമ്പുംപുറം ശ്യാം ഭവനിൽ ശ്യാം ജ്യോതി ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥിന്റെ ആധാറാണ് ബയോമെട്രിക് കഴിഞ്ഞ് 2 വർഷമായിട്ടും ഇതുവരെ ലഭിക്കാത്തത്. ആധാറിനായി ഈ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. 2 വർഷമായി മക്കളുടെ ആധാർ കാർഡിനായി അലയുകയാണ് അമ്മ ജ്യോതി. അപേക്ഷ സമർപ്പിച്ച് ബയോമെട്രിക് പൂർത്തിയായതല്ലാതെ ആധാർ മാത്രം ലഭിച്ചില്ല. തലപടി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ സാരഥിക്കും സിദ്ധാർത്ഥിനും തുടർ പഠനത്തിന് ആധാർ ആവശ്യമാണ്. ഏറ്റവും ഒടുവിൽ സാരഥിയുടെ ആധാറിന്റെ ലിങ്ക് കഴിഞ്ഞ ദിവസം മുതൽ ലഭിച്ചെങ്കിലും സിദ്ധാർത്ഥിന്റെ ആധാർ ലിങ്ക് മാത്രം ലഭിക്കുന്നില്ല. അധികൃതരെ വിവരമറിയിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ ആധാർ ലിങ്ക് താൽക്കാലികമായി നീക്കം ചെയ്തതായാണ് അറിയാൻ കഴിഞ്ഞത്. അക്ഷയ സെന്ററിൽ ചെന്നപ്പോഴത്തേക്കിന് അവിടെ 2 പേരുടെയും ക്യാൻസൽ ആയി റിജക്റ്റ് ആയി കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യുമ്പോഴത്തേക്കിന് ഒരാളുടെ അച്ഛൻ്റെയും ഒരാളുടെ അമ്മയുടെയും വെച്ച് വേണം ഈ ആധാർ ട്വിൻസ് ആയതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വെച്ച് സാരഥിയുടെ റെഡിയായി, ബയോമെട്രിക്കൽ കൊടുത്ത് റെഡിയായി. പക്ഷെ സിദ്ധാർത്ഥിന്റെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വെച്ചും കൊടുത്തു. പക്ഷെ ചേട്ടൻ്റെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും സിദ്ധാർത്ഥിന് ആധാർ ഉണ്ട്, അതുകൊണ്ട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതും റിജക്റ്റ് ആയി കിടക്കുകയാണ്. ലിങ്ക് ഇല്ലാത്തതിനാൽ ആധാറിന്റെ കോപ്പി സ്കൂളിൽ നൽകുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇരുവരുടെയും ആധാറിന്റെ കോപ്പി സ്കൂൾ അധ്യാപകർ ആവശ്യപ്പെടുകയും ചെയ്തു. ആധാറില്ലാത്തതിനാൽ സ്കൂളിലെ ആവശ്യങ്ങൾ മുടങ്ങി പഠനം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയാണ്. ആധികാരിക രേഖ എന്ന നിലയിൽ ആധാർ നമ്പർ ലഭ്യമാക്കുന്നതിൽ അധികൃതർ വേണ്ട ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പഠനം ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥിയുടെ ഭാവി കൂടിയാണ് പാതി വഴിയിൽ അവസാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.